വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ പറയുന്ന 5 ലക്ഷണമുള്ളവർക്ക് ഇംപ്ലാന്റേഷൻ നടന്നിട്ടും പ്രഗ്നൻസി ഫെയിലായി, അതിന്റെ ലക്ഷണത്തിനെ പറ്റിയിട്ടും അങ്ങനെ ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നതിനെ പറ്റിയിട്ടുമാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പൊ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇതിനോടകം ഒരുപാട് പേര് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുക കേട്ടോ. അതിൽ ഒരുപാട് സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ സെയിം നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തെല്ലാം ടിപ്സ് ആണ് ഫോളോ ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രഗ്നൻസി കിട്ടാൻ അത് ഒരുപാട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആയിപ്പോയ ലക്ഷണത്തിനെ പറ്റിയിട്ടാണ്. ചില ആളുകൾക്കൊക്കെ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാലും പ്രഗ്നൻസി ഫെയിൽ ആയി പോകുന്നുണ്ട്. ഇംപ്ലാന്റേഷൻ നടക്കുന്നത് നോർമലി ഓവുലേഷൻ കഴിഞ്ഞ് 6 മുതൽ 12 ദിവസത്തിന് അകത്താണ്. ഈ ഒരു ദിവസമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് യൂട്രസിന്റെ ലൈനിങ്ങിൽ വന്ന് അറ്റാച്ച് ആയിട്ടുണ്ടാകും. പക്ഷേ ഇത് അറ്റാച്ച് ആയി കഴിഞ്ഞാലും പല സാഹചര്യങ്ങൾ കൊണ്ട് ആ ഇംപ്ലാന്റേഷൻ നിങ്ങൾക്ക് ഫെയിൽ ആയി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് എംബ്രിയോയ്ക്ക് ഉണ്ടാകുന്ന ക്വാളിറ്റി കുറവാണ്. എംബ്രിയോ ഡെവലപ്പ് ആകുന്ന സമയത്ത് ഇപ്പോൾ PCOD ഉള്ള ആളുകൾക്കാണെങ്കിലും എഗ് റപ്ചർ ആകാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ വെക്കുന്നു. പക്ഷെ അണ്ടത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു ക്വാളിറ്റിയും ഇല്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാലും പ്രഗ്നൻസി പോസിബിൾ ആയി മുൻപോട്ടേക്ക് പോയിക്കൊള്ളണമെന്നില്ല. അങ്ങനെ എംബ്രിയോയ്ക്ക് ക്വാളിറ്റി കുറയുന്നതിന്റെ ആദ്യത്തെ റീസൺ ആണ് എഗിന്റെ ക്വാളിറ്റി കുറവ്. രണ്ടാമത്തെ റീസൺ ഒബ്വിയസ്ലി സ്പേമിന്റെ ക്വാളിറ്റി കുറയുന്നതാണ്. ആ ഒരു ബീജസങ്കലനം നടന്നു കഴിഞ്ഞാലും പ്രഗ്നൻസി പിന്നീട് അങ്ങോട്ടേക്ക് മുൻപോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഡിഫിക്കൽട്ടീസ് പലർക്കും ഉണ്ടാക്കുന്നുണ്ട്. മൂന്നാമത്തെ ഒരു റീസൺ ആണ് നമ്മുടെ കുഞ്ഞിലോട്ടുള്ള രക്തയോട്ടം കുറയുന്നത്. കുഞ്ഞവിടെ എംബഡഡ് ആകുന്ന സമയത്ത് പിന്നീട് അങ്ങോട്ടേക്ക് അതിൽ നിന്നുള്ള എല്ലാ വളർച്ചയ്ക്ക് വേണ്ടുന്ന പോഷകങ്ങളും അബ്സോർബ് ചെയ്യുന്നത് അമ്മയുടെ ശരീരത്തിൽ നിന്നാണ്. അപ്പോൾ ഇത് കുഞ്ഞിലോട്ട് എത്തുന്നത് രക്തയോട്ടത്തിലൂടെ ബ്ലഡ് സർക്കുലേഷനിലും കൂടെയാണ്. എന്നാൽ പ്രോപ്പറായിട്ട് ബ്ലഡ് സർക്കുലേഷൻ എത്താത്ത സിറ്റുവേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബ്ലഡ് പ്രഷറിലൊക്കെ വേരിയേഷൻസ് വന്നു പോകുന്ന ആളുകൾക്കൊക്കെ ഇത് ബ്ലഡ് സർക്കുലേഷനെ അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും വേണ്ടുന്നത് രക്തം അല്ലെങ്കിൽ അതിലടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ് കുഞ്ഞിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗ്രോത്ത് പകുതിക്ക് വെച്ചിട്ട് തന്നെ നിന്ന് പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തത് എൻഡോമെട്രിയം ലൈനിങ് ആണ്. എൻഡോമെട്രിയം തിന്നായിട്ടുള്ളതാണെങ്കിൽ ആ ഒരു 9 months കുഞ്ഞിനെ ക്യാരി ചെയ്യാൻ പാകത്തിനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ ആ ഒരു എൻഡോമെട്രിയത്തിന് ഇല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടും ഈ ഒരു ബുദ്ധിമുട്ട് സംഭവിക്കാം. എൻഡോമെട്രിയം ലൈനിങ് തിന്നായി പോകുമ്പോഴേക്കും ബീജസങ്കലനം നടന്നിട്ടുണ്ടെങ്കിലും ഏർലി സ്റ്റേജ് ഇംപ്ലാന്റേഷൻ നടന്നാലും പിന്നീട് അങ്ങോട്ടേക്ക് കുഞ്ഞ് വളരുമ്പോഴേക്കും അതിനൊരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ക്വാളിറ്റി ഉള്ള എംബ്രിയോ ആണെങ്കിൽ കൂടി തന്നെ അത് ഷെഡായി പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. മറ്റു പല ഫാക്ടേഴ്സും ഉണ്ട്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നു പോയി കഴിഞ്ഞാൽ, അതുപോലെ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ആ എംബ്രിയോയ്ക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം. ചില ആളുകൾക്ക് യൂട്രസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇങ്ങനെ സംഭവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വന്നത് പ്രഗ്നൻസി ലക്ഷണം ഉണ്ടായിട്ടും ബ്ലീഡിങ് വന്നത് പീരിയഡ്സ് ആയി പോയത് മിസ്കാരേജ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഈ സിംറ്റംസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. കാരണം പലപ്പോഴും സ്ത്രീകളുടെ ഭാഗത്തും പുരുഷന്മാരുടെ ഭാഗത്തും എന്തെങ്കിലും മിസ്റ്റേക്സ് സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്നതും അതുപോലെ കെമിക്കൽ പ്രഗ്നൻസി ആയി പോയതും നമ്മൾ മനസ്സിലാകാതെ പോകുന്നത്. പല ആളുകൾക്കും PCODയുടെയും അതുപോലെ തന്നെ പ്രിമെൻസ്ട്രൽ സിംറ്റംസിന്റെയും തൈറോയിഡിന്റെ ഫ്ലക്ച്വേഷൻസ് ഒക്കെ കൊണ്ടും പലതരത്തിലുള്ള സിംറ്റംസ് ഉണ്ടാവാറുണ്ട്. പലരും ഈ സിംറ്റംസ് ഒക്കെ കാണുമ്പോഴേക്കും നമുക്ക് വരുന്നത് പ്രഗ്നൻസിയുടെ അല്ല പീരിയഡ്സിന്റെ തന്നെയാണെന്ന് ഊഹിച്ചിരിക്കുന്ന ആളുകളും ഉണ്ട്. പക്ഷേ ചിലപ്പോൾ നമുക്ക് വന്നത് പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങളും ആയിരിക്കും. അപ്പൊ നമുക്ക് ആ പ്രിമെൻസ്ട്രൽ സിംറ്റംസിൽ നിന്ന് വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കുന്ന പ്രഗ്നൻസിയുടെ തന്നെയായിട്ടുള്ള ലക്ഷണങ്ങളാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അതുപോലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു മാസം നിങ്ങൾക്ക് കണ്ടു, പിന്നീടുള്ള മാസം കണ്ടില്ല, അടുത്തൊരു മാസം കാണുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡോക്ടറെ അടുത്ത് പോയിട്ട് ഫർദർ ആയിട്ടൊരു ട്രീറ്റ്മെന്റ് എടുക്കണം. സ്കാൻ ചെയ്ത് നോക്കണം എങ്ങനെയാണ് കണ്ടീഷൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. പല ആളുകൾക്കും കെമിക്കൽ പ്രഗ്നൻസി ഉണ്ടാവുന്നുണ്ട്. കെമിക്കൽ പ്രഗ്നൻസി എന്ന് പറയുന്നത് നമ്മൾ കാർഡിൽ പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്യുന്നുണ്ടാകും ഒരു തവണ, പക്ഷേ 2-3 ദിവസം കഴിഞ്ഞിട്ട് ബ്ലീഡിങ് വരും. ഇതാണ് ഈ
കെമിക്കൽ പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പല കണ്ടീഷൻസും ആണ് നമുക്ക് കെമിക്കൽ പ്രഗ്നൻസി ഉണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട റീസൺ. പക്ഷെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം ആളുകൾക്കും ആ ഒരു കെമിക്കൽ പ്രഗ്നൻസി വിസിബിൾ ആയിരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്കാനിങ്ങിൽ ഡിറ്റക്ട് ചെയ്യുന്നതിനുള്ള ഗ്രോത്ത് എംബ്രിയോയ്ക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. ഇത് ഭയങ്കര തീരെ ചെറുതാണല്ലോ ഇത്. അപ്പൊ ഇത് ഗ്രോ ആയി തുടങ്ങിയ ആ സ്കാനിങ്ങിന്റെ മെഷീൻ ഡിറ്റക്ട് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഗ്രോത്ത് ഇതിനില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും പലർക്കും കെമിക്കൽ പ്രഗ്നൻസി കണ്ടുപിടിക്കാനായിട്ട് പറ്റാത്തത്. ഇനി ബ്ലഡ് ടെസ്റ്റിലൂടെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം HCGയുടെ വാല്യൂ ഒന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പ്രഗ്നൻസി ആണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി ഇവിടെ പറയാൻ പോകുന്ന ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് മൈൽഡ് ആയിട്ടുള്ള ഒരു വേദനയാണ്. നമ്മുടെ ലെഫ്റ്റ് സൈഡിലോ വയറിന്റെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ആയിരിക്കും നിങ്ങൾക്ക് ഇതുപോലുള്ള ക്രാമ്പിങ് ഉണ്ടാവുന്നത് കേട്ടോ. ഇത് നമുക്ക് ഒരുപാട് ഹെവി ആയിട്ടുള്ള വേദന ആയിരിക്കില്ല, നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന പീരിയഡ്സിന്റെ ഫസ്റ്റ് ഡേ ഉണ്ടാകുന്ന തരത്തിലുള്ള ചെറുതായിട്ടുള്ള ഒരു വേദനയായിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് കേട്ടോ. ഇത് ഓൾമോസ്റ്റ് നടക്കുന്നത് നമ്മുടെ ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 to 12 ഡേയ്സിലാണ്. അങ്ങനെ ഒരു ഫിഗർ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഏകദേശം 9-ാമത്തെയോ 10-ാമത്തെയോ ദിവസമാണ് നിങ്ങൾക്ക് ഈ ഒരു വേദന വരുന്നത്. അപ്പോൾ വേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം ഏത് ദിവസമാണ് നിങ്ങൾക്ക് വ്യത്യാസം വരുന്നത് കേട്ടോ. രണ്ടാമത്തെ പ്രഗ്നൻസി ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന വേദനയാണ്. പല ആളുകൾക്കും പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ട് ബ്രസ്റ്റിൽ വേദന ഉണ്ടാകുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഓരോ മാസങ്ങളും പീരിയഡ്സ് ആകുന്നതിന് 2 ദിവസം 3 ദിവസം മുമ്പൊക്കെ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഉണ്ടാകുന്ന ഒരാൾക്ക് ഇത് വെച്ചിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ഓവുലേഷൻ നടക്കുന്ന സമയത്തും ബ്രസ്റ്റിന് പെയിൻ ഉള്ള ഒരാൾക്ക് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസത്തിനകത്ത് ആ പെയിനൊക്കെ ഒന്ന് പോകാറാണ് പതിവ്. എന്നാൽ അതിനുശേഷം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഓവുലേഷന്റെ 6 to 12 ഡേയ്സിനകത്ത് നിങ്ങൾക്ക് ഇങ്ങനെ വേദന വരുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസി പോസിറ്റീവ് ആയതിന്റെ ആയിരിക്കും. ബ്രസ്റ്റിലെ മറ്റു പല മാറ്റങ്ങളും നമുക്ക് വളരെ ഏർലി സ്റ്റേജിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ വിസിബിൾ ആകുന്നത് ബ്രസ്റ്റിൽ വലുതാവുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഹെവിനെസ്. നമ്മൾ ഡ്രസ്സ് ഊരി ഇങ്ങനെ മാറ്റില്ല, കഴുത്തിൽ കൂടി നമ്മൾ ഊരി മാറ്റുന്ന സമയത്ത് വരെ നമുക്ക് ഭയങ്കര വേദനയും അസ്വസ്ഥതയായിരിക്കും ഉണ്ടാകുന്നത്. ചില ആളുകൾക്ക് കമിഴ്ന്നും കൂടി കിടക്കാൻ പറ്റില്ല, അപ്പോഴും നമുക്ക് ആ ഒരു പുള്ളിങ് എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും, ഭയങ്കര ഡിസ്കംഫർട്ട് ഉണ്ടാവുകയൊക്കെ ചെയ്യും കേട്ടോ. ഇതും ഏർലി സ്റ്റേജിൽ തന്നെ, അതായത് നമ്മുടെ പ്രൊജസ്ട്രോണും HCGയും ഹോർമോണൊക്കെ ഇൻക്രീസ് ആകുന്ന ആ വളരെ നെക്സ്റ്റ് ആ ഒരു ഡേയിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രഗ്നൻസി ലക്ഷണമാണ് കേട്ടോ. മൂന്നാമത് നമുക്കുണ്ടാവുന്നത് ക്ഷീണമാണ്. ഇതെല്ലാം നമുക്ക് അനുഭവപ്പെടുന്നത് ഈസ്ട്രോജന്റെയും പ്രൊജസ്ട്രോണിന്റെയും ഫസ്റ്റത്തെ ഒരു ഇൻക്രീസിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്ക് നമ്മുടെ ശരീരം ഈ ഉണ്ടാകുന്ന ലക്ഷണങ്ങളുമായിട്ടും അതുപോലെ ഹോർമോൺസിന്റെ ഇൻക്രീസുമായിട്ടൊക്കെ പൊരുത്തപ്പെടാനായിട്ട് തുടങ്ങും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ക്ഷീണം കണ്ടിന്യൂസ് ആയിട്ട് അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്ത നമുക്ക് മൂഡ് സ്വിങ്സ് ആണ് ഉണ്ടാവുന്നത്. ഇത് നമ്മളുടെ ആ ഒരു ഹോർമോൺസ് കൂടുന്നത് കൊണ്ടാണ്. ഏകദേശം ഓവുലേഷൻ കഴിഞ്ഞ് വളരെ നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകാൻ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് വളരെ നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ലക്ഷണമാണ് കേട്ടോ ഇതും കണ്ടതിന് ശേഷം നിങ്ങൾ നോക്കുക എങ്ങനെയാണ് പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ലക്ഷണം കാണുന്നവരാണോ, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ഒരു ലക്ഷണം വെച്ചിട്ട് നമുക്ക് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആയെന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. എന്നാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള വ്യത്യാസമൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതെങ്കിൽ അത് ഇംപ്ലാന്റേഷൻ നടന്നതിന്റെ ആകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമുക്കുണ്ടാവുന്നത് ഇംപ്ലാന്റേഷൻ സ്പോട്ടിംഗ് ആണ്. ഇംപ്ലാന്റേഷൻ സ്പോട്ടിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ വന്ന് അറ്റാച്ച് ആകുമ്പോഴേക്കും അവിടെയുള്ള കുറച്ച് ടിഷ്യൂസ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടാണ് ഇതങ്ങോട്ട് അറ്റാച്ച് ആകുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ടിഷ്യൂസ് ഒക്കെ റിമൂവ് ചെയ്യുന്നത് കൊണ്ട് ചില ആളുകൾക്ക് ലൈറ്റ് ആയിട്ടുള്ള സ്പോട്ടിംഗ് ഉണ്ടാവാറുണ്ട്. ചില ആളുകൾക്ക് ഒരു പകുതി ദിവസം മാത്രമായിരിക്കും ഇത് ലാസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് 2 ദിവസമൊക്കെ ബ്ലീഡിങ് ഉണ്ടായിട്ട് അത് വിട്ടുവിട്ടാണ് കേട്ടോ, കണ്ടിന്യൂസ് ഫ്ലോ ഒന്നുമല്ല. 2 ദിവസമൊക്കെ ചെറുതായിട്ടൊക്കെ സ്പോട്ടിംഗ് ഉണ്ടായതിനു ശേഷം ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവ് കിട്ടിയെന്ന് ഒരുപാട് പേര് ഇപ്പോൾ ചാനലിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ലൈറ്റ് ആയിട്ടുള്ള സ്പോട്ടിംഗ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരീരം എന്തായാലും ശ്രദ്ധിക്കണം. അത് ചിലപ്പോൾ പ്രഗ്നൻസിയുടേതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് പീരിയഡ്സിന്റെ എക്സ്പെക്ടഡ് ഡേറ്റിൽ തന്നെ ബ്ലീഡിങ് വരുന്നില്ല എങ്കിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എക്സ്പെക്ടഡ് ഡേറ്റിൽ ലൈറ്റ് ആയിട്ട് മാത്രമാണ് നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നതെങ്കിൽ അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഇംപ്ലാന്റേഷൻ നടന്നതിന്റെ ആകാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ പ്രത്യേകം പറയാനായിട്ടുള്ള കാരണം ഇപ്പോൾ നമ്മുടെ കണ്ടീഷൻസ് വെച്ചിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ടും ഒരുപാട് ആളുകൾക്ക് ചെറുതായിട്ടൊക്കെ സ്പോട്ടിംഗ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറയാനായിട്ട് കൂടുതൽ ശ്രദ്ധിക്കുന്നത് കേട്ടോ. ഒരുപാട് പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഓരോ സ്ത്രീകൾക്കും ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഡിഫറെന്റ് ആയിരിക്കും. ഫസ്റ്റ് പ്രഗ്നൻസിനേക്കാളും ഡിഫറെന്റ് ആയിരിക്കും സെക്കൻഡ് പ്രഗ്നൻസി, അതിനേക്കാളും ഡിഫറെന്റ് ആയിരിക്കും തേർഡ്. അതുകൊണ്ട് ഞാൻ ഈ സിംറ്റംസ് മാത്രം എടുത്ത് പിക്ക് ചെയ്ത് പറഞ്ഞത് നിങ്ങൾക്ക് ഈ ഒരു ലക്ഷണങ്ങളൊക്കെ വെരി ഏർലി സ്റ്റേജിൽ തന്നെ ഉണ്ടാകാൻ ചാൻസ് ഉള്ളതാണ്. ബാക്കി അങ്ങോട്ടേക്കുള്ള ലക്ഷണങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം പീരിയഡ്സ് അടുക്കുന്ന ആ ഒരു ഡേറ്റിലൊക്കെ ആയിരിക്കും കണ്ടുവരുന്നത്. ഇതെന്ന് പറയുന്നത് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ വെരി നെക്സ്റ്റ് ഡേ മുതൽ തന്നെ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ലക്ഷണങ്ങളാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ 6 ലക്ഷണങ്ങളെ മാത്രം പിക്ക് ചെയ്തെടുത്തിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ.
ഇത് കൂടാതെ അൺയൂഷ്വൽ ആയിട്ട് എന്തെങ്കിലും സിംറ്റംസ് നിങ്ങൾക്ക് ശരീരത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കെയർ ശരീരത്തിന് കൊടുക്കണം. കെമിക്കൽ പ്രഗ്നൻസീസ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ പുരുഷന്റെ സെമൻ അനാലിസിസ് ചെയ്യുമ്പോഴോ നിങ്ങളുടെ എൻഡോമെട്രിയത്തിന്റെ തിക്നെസ് നോക്കുമ്പോഴോ നിങ്ങളുടെ AMHന്റെ വാല്യൂ നോക്കുമ്പോഴോ ഒക്കെ എങ്ങനെയാണ്, എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് നിങ്ങൾക്കുണ്ടോ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതുകൊണ്ടൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ഇടുന്നത്. ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഉള്ള ആളുകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൊജസ്ട്രോണിന്റെ സപ്ലിമെന്റ്സ് എടുക്കുന്ന ആളുകളും പ്രീവിയസ് മന്തിൽ ഇതുപോലെ തന്നെ വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കുക. പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഉള്ള ആളുകൾക്ക്, അതായത് പീരിയഡ്സ് ആകുന്നതിന് 2-3 ദിവസം മുൻപ് ലക്ഷണങ്ങൾ കണ്ടുവരുന്ന ആളുകൾക്ക് എല്ലാ മുമ്പത്തെ മാസങ്ങളിലും ഈ ഒരു ലക്ഷണം വരുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി പ്രൊജസ്ട്രോണിന്റെ സപ്ലിമെന്റ്സ് എടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആ സമയത്ത് മാത്രം നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് പ്രൊജസ്ട്രോണിന്റെ ആ സപ്ലിമെന്റ് എടുക്കുന്ന ഹൈക്ക് കൊണ്ടും കൂടി ആകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.